സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, നമുക്കപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ്. അതേസമയത്ത് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. DAX മാത്രമാണ് ഒരു 100 പോയിന്റ് ഗ്രീനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി രണ്ടും ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 101 പോയിന്റ് ബെയറിഷ് അല്ലെങ്കിൽ നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 19,449 ട്രേഡിംഗ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ഒട്ടുമിക്ക ഇൻഡെക്സുകളും റെഡിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ 81.68 ഉണ്ടായിരുന്നത് ഇന്ന് വർദ്ധിച്ചിട്ട് $81.83 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ഇന്നലെ 19,943.81 ഉണ്ടായിരുന്നത് 1944.67 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് വീണ്ടും സ്ലിപ്പായിരിക്കുകയാണ്. ഇന്നലെ 82 രൂപ 73 പൈസ ഉണ്ടായിരുന്നത് 82 രൂപ 78 പൈസയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ സെക്ടറൽ പെർഫോമൻസ് നിഫ്റ്റി റിയാലിറ്റി ഇന്നും 0.65% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി ITയും 0.2% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ITBs ഇന്നും 0.24% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ITBs, ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ബീസും ബാങ്ക് ബീസും ഫാർമ ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റൻസ് ഇന്ന് 3.74% പ്രോഫിറ്റ്, ഹയസ്റ്റ് പ്രോഫിറ്റ് അതാണ്. ദെൻ IDFC ഫസ്റ്റ് ബാങ്ക്, എംഫസിസ്, ശ്രീറാം ഫിനാൻസ്, മാരുതി, വോൾട്ടാസ്, ജിന്ദാൽ സ്റ്റീൽ, HDFC ലൈഫ്, സിപ്ല, ഭാരത് ഫോർജ്, ടാറ്റ സ്റ്റീൽ, ഇന്ത്യൻ ഹോട്ടൽസ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലാണ് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ PFC, പെട്രോൾ, അദാനി എന്റർപ്രൈസസ്, BPCL, അദാനി പോർട്സ്, REC ലിമിറ്റഡ്, അശോക് ലൈലാൻഡ്, ബാങ്ക് ഓഫ് ബറോഡ, മുത്തൂറ്റ് ഫിനാൻസ്, ബ്രിട്ടാനിയ, ഇഷർ മോട്ടോഴ്സ്, കോൺകർ ഇത്രയും സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കിയത്. PFC ഇതിനകത്ത് 5.35% ഹെവി ലോസ് ആണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ ലാഭനഷ്ടത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 973 കമ്പനികൾ ലാഭം ഉണ്ടാക്കിയപ്പോൾ 1060 കമ്പനികൾ ഇന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.9 ആണ് ഇന്നുള്ളത്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറയാം. ഇന്നലെ 0.92 ആയിരുന്നു, അത് വീണ്ടും കുറഞ്ഞു. മിനിഞ്ഞാന്നത്തിൽ നിന്നും കുറവ്, അതായത് 1 ഉണ്ടായിരുന്നത് 0.97 ആയി 92 ആയി ഇന്ന് 0.9 ആയിട്ടുണ്ട്. ഇനി താഴോട്ടാണ് പോയിക്കൊണ്ട് ബെയറിഷ് മോഡിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട്. 19,285 സ്പോട്ട് പ്രൈസ് ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഇന്നൊരു എക്സ്പയറി ഡേ ആയിരുന്നു, മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അവിടെ നിന്ന് 32 പോയിന്റ് താഴെയായിട്ട് 19,253 ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.72 ആയിരുന്നു. 0.72 ക്ലിയർലി ബെയറിഷ് മാർക്കറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇന്നലെ 0.62 ആയിരുന്നു ഉണ്ടായിരുന്നത്. 0.62 നിന്ന് 0.72 ആയി വർദ്ധിച്ചിട്ടുണ്ട്. 44,065 മാർക്കറ്റ് ഇന്ന് ഇൻഡെക്സ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 80 പോയിന്റ് താഴെയായിട്ട് 43,985 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. നാളെ റിസൾട്ട് വരുന്ന കമ്പനികൾ ഏതാനും 3 പെന്നി സ്റ്റോക്കുകൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ട്രേഡ് ചെയ്യാത്ത സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ കോർപ്പറേറ്റ് ആക്ഷൻസിലേക്ക് കിടക്കുകയാണ്. അത് കൂടാതെ ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു സെഗ്മെൻറ്റും ഇതിൽ നിന്നും ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദയവായിട്ട് സഹകരിക്കുക. കാരണം ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റ് എക്സ്പയർ ആയതാണ്. നാളെയാണ് പുതിയ ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്ഡേറ്റ് ആവുക. അപ്പം നാളത്തോടുകൂടി വീണ്ടും നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തേക്ക് നമുക്കത് ഒഴിവാക്കി വിടാം. മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച സെപ്റ്റംബർ 7 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനീസ് നോക്കാം. B&A 5 പൈസ പെർ ഷെയർ, ബാൻകോ പ്രൊഡക്ട്സ് 14 രൂപ പെർ ഷെയർ, എക്സൽ ഇൻഡസ്ട്രീസ് 11 രൂപ 25 പൈസ പെർ ഷെയർ, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് 10 രൂപ പെർ ഷെയർ, JTL ഇൻഡസ്ട്രീസ് ബോണസ് ആണ്, ഓരോ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് മറ്റൊരു സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. കെംപാൻ കമ്പനി 12 രൂപ പെർ ഷെയർ, കൊപ്രാൻ ലിമിറ്റഡ് 3 രൂപ പെർ ഷെയർ, മസ്ദ ലിമിറ്റഡ് 14 രൂപ പെർ ഷെയർ, മിറ്റ്സു കെംഫ്ലാസ്റ്റ് 20 പൈസ പെർ ഷെയർ, മൾട്ടി ബേസ് ഇന്ത്യ ലിമിറ്റഡ് 2 രൂപ പെർ ഷെയർ, റെപ്കോ ഹോം ഫിനാൻസ് 2 രൂപ 70 പൈസ പെർ ഷെയർ, ശ്രേയസ് ഷിപ്പിംഗ് 1 രൂപ 50 പൈസ പെർ ഷെയർ, തിരുപ്പതി ഫോം ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത വ്യാഴാഴ്ച വരാനുള്ളത്.
നാളെ അതായത് സെപ്റ്റംബർ 1-ാം തീയതി വരാനുള്ള മേജർ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കാം. ജപ്പാൻ ക്യാപിറ്റൽ സ്പെൻഡിങ്, ചൈന കൈസിൻ മാനുഫാക്ചറിംഗ് PMI, UK നാഷൻ വൈഡ് HPI, HCOB ജർമ്മനി മാനുഫാക്ചറിംഗ് PMI, HCOB യൂറോസോൺ മാനുഫാക്ചറിംഗ് PMI, US ആവറേജ് അവർലി ഏർണിംഗ്സ്, US നോൺ ഫാം പേറോൾസ്, US participation rate, US private non-farm payrolls, US unemployment rate, US S&P global, US manufacturing PMI, US ISM manufacturing employment, US ISM manufacturing PMI, US ISM manufacturing prices, US Baker Hughes oil rig count. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ലെവൽസ് ഇന്ന് ബ്രേക്ക് ഡൗൺ ലൈനിൻ്റെ താഴെയാണ് ഓപ്പൺ ആയത്. അവിടെ നിന്ന് യെസ്റ്റർഡേ ലോയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി. നിഫ്റ്റിയിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഇന്ന് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇന്ന് മൂവ്മെൻറ്റ് കിട്ടിയത്. എന്തായാലും ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 19,227 എക്സാക്ട്ലി അത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പണായിട്ട് കാര്യമായ ഒരു മൂവ്മെൻറ്റ് എങ്ങോട്ടും തന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്താ പറയുക, S2-ലാണ് ഇന്ന് ഓപ്പൺ ആയത്. അവിടെ നിന്ന് മുകളിലോട്ട് നോ ട്രേഡ് സോണിൻ്റെ ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് താഴോട്ട് വരികയാണ് ചെയ്തത്. അവിടെയും ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലൈനിൽ തന്നെ എത്തിയിട്ട് മാർക്കറ്റ് അവസാനിക്കുകയാണ് ചെയ്തത്. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് സപ്പോർട്ട് 1-ൽ ഓപ്പണായി താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് തന്നെ പോയി. ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ട്രേഡ് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. സോ സെൻസെക്സിലും അതേ രീതിയിൽ തന്നെയുള്ള ഒരു മൂവ്മെൻ്റാണ്. സെൻസെക്സിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓവറോൾ മാർക്കറ്റ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നമ്മൾ സംസാരിച്ചത് ബെയറിഷ് എൻഗൾഫിംഗ് ആണോ അതോ ഇതൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള തുടക്കമാണോ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ ചോദിച്ചത്. തീർച്ചയായിട്ടും അതിന് കൃത്യമായ ഒരു ഉത്തരം മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ബെയറിഷ് എൻഗൾഫിംഗ് തന്നെയാണ്. സോ നാളെ ഇവിടെ താഴെ ഓപ്പണായി വരണം. മന്ത്ലി എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് മാർക്കറ്റ് ഒരു ഫ്രീസിങ് കണ്ടീഷനിൽ ഒരു മരവിച്ച രീതിയിലായിരിക്കും. വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. നോക്കാം. എന്തായാലും നാളെ 1-ാം തീയതിയാണ്. സ്വാഭാവികമായിട്ടും സെപ്റ്റംബർ മാസത്തേക്കുള്ള മൂവ്മെൻറ്റ്സ് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അറിയാൻ പറ്റും എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ബെയറിഷ് ആയിട്ട് തന്നെയാണ് നമുക്ക് സിഗ്നൽ തരുന്നത്. വളരെ ക്ലിയർലി ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ 2 റേഞ്ചുകൾ കട്ട് ചെയ്യാത്തിടത്തോളം കാലം ഇതൊരു ബുള്ളിഷ് മാർക്കറ്റാണ് അല്ലെങ്കിൽ ട്രെൻഡിങ് മാർക്കറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും ഇതേ സംഭവം തന്നെയാണ്. ബെയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് നമുക്ക് സിഗ്നൽ തരുന്നത്. നാളത്തെ ഫ്രൈഡേസിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നാളെ പല രീതിയിലുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് തന്നിട്ട് മാർക്കറ്റ് അവസാനിക്കും. തിങ്കളാഴ്ചയായിരിക്കും നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുക. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സും ക്ലിയർലി ബെയറിഷ് ആണ്. സോ ഇവിടുന്ന് ഒരു ഫർദർ ഫോള് ആണ് നമുക്ക് കിട്ടേണ്ടത്. നോക്കാം. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി ഒരു നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.